നമസ്കാരം. എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് സെല്ലുലാർ ഓർഗനൈസേഷന്റെ മെംബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ മെംബ്രെയിൻ കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ലിപ്പിഡ്, പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. അതിന്റെ ലിപ്പിഡ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, സ്ഫിഞ്ചോസിൻസ് ഉണ്ട്, പിന്നെ കൊളസ്ട്രോൾസ് ഉണ്ട്. ഓക്കെ, അതിന്റെ സ്ട്രക്ചറും അതിന്റെ ഫങ്ഷനും ലിപ്പിഡ് ബൈലെയർ അസിമെട്രി ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് മെംബ്രെയിൻ പ്രോട്ടീൻസിലേക്ക് കടക്കാം. മെംബ്രെയിൻ പ്രോട്ടീൻസ് ആർ classified based on their function and by their arrangements. ഇപ്പൊ based on their function എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആരൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്പോർട്ടേഴ്സ്, ലിങ്കേഴ്സ്, റിസപ്റ്റേഴ്സ് ആൻഡ് എൻസൈംസ്. ഓക്കെ, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിലെ പ്രോട്ടീനെ ബേസ്ഡ് ഓൺ ദെയർ ഫംഗ്ഷൻ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഴ്സ്, ലിങ്കേഴ്സ്, റിസപ്റ്റേഴ്സ് ആൻഡ് എൻസൈംസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ബൈ അറേഞ്ച്മെന്റ്സ് ആകുമ്പോഴോ പെരിഫറൽ പ്രോട്ടീൻ ആൻഡ് ഇന്റഗ്രൽ പ്രോട്ടീൻ. സോ ഇങ്ങനെയാണ് നമ്മൾ മെംബ്രെയിൻ പ്രോട്ടീനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് ഉള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്ന എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആക്ച്വലി ഈ ഒരു പാർട്ട് നമ്മളൊരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഹൗ അയൺ ചാനൽസ് ആർ ഫങ്ഷനിങ്, ട്രാൻസ്പോർട്ടേഴ്സ് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ വരുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് വളരെ ബ്രീഫ് ആയിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു പോയിന്റ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ട്രാൻസ്പോർട്ടേഴ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സോഡിയം പമ്പ് ആണ്. സോഡിയം പമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആക്റ്റീവ്ലി പമ്പ് സോഡിയം ഔട്ട് ഓഫ് ദി സെൽ ആൻഡ് പൊട്ടാസ്യം ഇൻ. ഓക്കെ, അങ്ങനെയാണ് സോഡിയം പമ്പ് വർക്ക് ചെയ്യുന്നത്. ഇനി അയൺ ചാനൽസ് എന്ന് പറയുമ്പം പൊട്ടാസ്യം ലീക്ക് ചാനൽ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തിനാണ് ഈ ഒരു പൊട്ടാസ്യം അയണിന്റെ ലീക്കേജ് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് ദി സെൽസ് എക്സൈറ്റബിലിറ്റി. ഒരു പോളറൈസ്ഡ് അല്ലെങ്കിൽ ഒരു പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് പൊട്ടാസ്യം പമ്പാണ്. ദെൻ ആങ്കേഴ്സിന്റെ എക്സാമ്പിൾ ഇന്റഗ്രിൻസ് ആണ്. ഓക്കെ, ഇന്റഗ്രിൻസ് എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് പ്രോട്ടീൻ ആയിട്ട് സെൽസിനെ ലിങ്ക് ചെയ്യുന്നത് ഇന്റഗ്രിൻസ് ആണ്. സോ ഇന്റഗ്രിൻസ് ആർ ഓൾസോ എ മെംബ്രെയിൻ പ്രോട്ടീൻ. Then comes receptors. There are so many receptors. നമ്മൾ G coupled protein receptors, പിന്നെന്താണ് PDGF, പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, അങ്ങനെ കുറേ റിസപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ എൻസൈംസ്. എൻസൈമിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് അഡിനൈൽ സൈക്ലേസ് ആണ്. അഡിനൈൽ സൈക്ലേസ് ഇസ് ഓൾസോ എ പ്ലാസ്മ മെംബ്രെയിൻ പ്രോട്ടീൻ. ഓക്കെ, സോ ദേ ആർ കാറ്റലൈസിങ് ദി റിയാക്ഷൻ. അതായത് സൈക്ലിക് AMP ആ ഒരു സൈക്ലിക് AMP കൺവേർഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ അഡിനൈൽ സൈക്ലേസ്. സോ ഇത്രയാണ് നമ്മുടെ എന്താണ് പറയാ പ്ലാസ്മ മെംബ്രെയിൻ പ്രോട്ടീനിന്റെ ഫംഗ്ഷൻ അനുസരിച്ചുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നതാണ്. ഇത് ആക്ച്വലി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിൻ പ്രോട്ടീൻസ് അസോസിയേറ്റഡ് വിത്ത് ലിപ്പിഡ് ബൈലെയർ ഇൻ ഡിഫറെന്റ് വേസ്. ഓക്കെ, ഡിഫറെന്റ് വേസിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവരുടെ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എന്താണ്? ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ്. ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ അല്ലെങ്കിൽ ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ extend through the bilayer. Okay, they will extend through the bilayer with part of their mass on either side. ഒരു പാർട്ട് ഇവിടെയും ഇന്നർ സൈഡിലുണ്ട്, ഒരു പാർട്ട് ഔട്ടർ സൈഡിലുണ്ട്. അങ്ങനെ 3 പാർട്ടായിട്ടാണ് ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെ സിംഗിൾ പാസും ഉണ്ട്, മൾട്ടിപ്പിൾ പാസും ഉണ്ട്. സോ ഇതും ഒരു ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. ഇതിനും ഒരു സൈറ്റോസോളിക് റീജിയൻ, ഒരു ലിപ്പിഡ് ബൈലെയർ റീജിയൻ ആൻഡ് ഔട്ടർ ലെയർ റീജിയൻ, അങ്ങനെ 3 പാർട്ടായിട്ട് തന്നെയാണ് ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് ആർ പ്രസന്റ്. ദെൻ പിന്നെ അടുത്തതാണ് ചാനൽസ് അല്ലെങ്കിൽ പോർസ് എന്ന് പറയുന്നത്. സോ ദേ ആർ ഓൾസോ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ. സോ അവർക്ക് എന്താണ് പറയാ ഒരു ഔട്ട്വേർഡ് ഇൻവേർഡ് ഒരു റീജിയൻ പ്രൊട്രൂഡ് ചെയ്തിട്ടിരിക്കുന്നില്ല, ബട്ട് ദേ ആർ പാസിംഗ് ത്രൂ മൾട്ടിപ്പിൾ പാസ് ആയിട്ടാണ് ലിപ്പിഡ് ബൈലെയറിൽ കൂടി പോകുന്നത്. ദേ ആർ ക്രിയേറ്റിംഗ് ദി പോർസ് ഓർ ചാനൽസ് ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻ. Okay, other membrane proteins are located almost entirely in the cytosol
and are associated with the cytosolic half of the lipid bilayer by an amphipathic alpha helix exposed on the surface of the protein. See, ഇതാണ് മോണോലെയർ അസോസിയേറ്റഡ് ആൽഫ ഹെലിക്സ്. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊരു പ്രോട്ടീനിന്റെ കംപ്ലീറ്റ് ഒരു മേജർ പോർഷൻ എക്സ്പോസ്ഡ് ഇൻ ദി സൈറ്റോസോൾ ആണ്. ഓക്കെ, ബട്ട് ഹൗ ദേ ആർ കണക്റ്റഡ് മീൻസ് അവരുടെ ഹൈഡ്രോഫോബിക് റീജിയൻസ് അല്ലെങ്കിൽ ആ ഒരു ആൽഫ എലിക്സ് ഈസ് പാസിംഗ് ത്രൂ ദി ലിപ്പിഡ് ബൈലെയർ. അതൊരു മോണോ ലെയറിൽ കൂടി മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ദേ ആർ കോൾഡ് മോണോ ലെയർ അസോസിയേറ്റഡ് ആൽഫ ഹെലിക്സ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. Some proteins lie entirely outside the bilayer on one side or the other, attached to the membrane only by one or more covalently attached lipid molecule. Okay, ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. ലിപ്പിഡ് ലിങ്ക്ഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലിപ്പിഡ് ബൈലെയറിലുള്ള ഒരു വൺ ഓർ ടു ലിപ്പിഡ്സ് ആയിട്ടാണ് ഈ ഒരു പ്രോട്ടീൻ കോവാലന്റ്ലി ലിങ്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ലിപ്പിഡ് ലിങ്ക്ഡ് പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. സി, ഇതും ലിപ്പിഡ് ലിങ്ക്ഡ് പ്രോട്ടീനിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അവരുടെ പ്രോട്ടീൻ പാർട്ട്, അതായത് ദിസ് പ്രോട്ടീൻ ഇസ് നോട്ട് പാസിംഗ് ത്രൂ ദി ലിപ്പിഡ് ബൈലെയർ, ബട്ട് ഹൗ ദേ ആർ കണക്റ്റഡ് വിത്ത് ദി ലിപ്പിഡ്സ് വിത്ത് കോവാലന്റ് ബോണ്ട്. ഓക്കെ, സോ ഇതാണ് ലിപ്പിഡ് ലിങ്ക്ഡ് പ്രോട്ടീനിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. Yet another proteins are bound indirectly to one or the other face of the membrane, held in place only by their interactions with other membrane protein. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതൊരു മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്, ഒരു ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. ഓക്കെ, ബട്ട് ദിസ് മെംബ്രെയിൻ ഈസ് കണക്റ്റഡ് ടു ദിസ് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ. ഓക്കെ, അത് സൈറ്റോസോളിക്കലായിട്ട് ആയിരിക്കാം അല്ലെങ്കിൽ എക്സോപ്ലാസ്മിക് സൈഡിലായിട്ടായിരിക്കും ഉണ്ടാവുക. ബട്ട് they are not directly linked to the plasma membrane, but they are connected through the എന്താ പറയാ പ്ലാസ്മ മെംബ്രെയിൻ പ്രോട്ടീൻ ആയിട്ടാണ് അവരെ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള മെംബ്രെയിൻ പ്രോട്ടീൻസ് അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നത്. ഇനി ഓരോന്നിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഫസ്റ്റ് വരുന്നത് ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ. ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ഒരു സൈറ്റോസോളിക് പാർട്ട് ഉണ്ട്, പിന്നെ ലിപ്പിഡ് ബൈലെയറിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, പിന്നെ എക്സോപ്ലാസ്മിക് റീജിയനിലേക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടും ഉണ്ട്. ഓക്കെ, ഇതൊരു സിംഗിൾ ഒരു പോളിപെപ്റ്റൈഡ് ആണ്. ഈ ഒരു ലിപ്പിഡ് ബൈലെയറിൽ കൂടിയുള്ള പാസേജ് സിംഗിൾ പാസ് ആണ്. ഓക്കെ, സിംഗിൾ പാസ് പ്രോട്ടീൻ ആണ് ഇത്. ഓക്കെ, സോ ഈ ലിപ്പിഡ് ബൈലെയറിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു റീജിയൻ ഹൈഡ്രോഫോബിക് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോട്ടീന്റെ ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ്സ് will arrange over here and make a single pass over here. Okay, they are called integral membrane protein. അടുത്ത ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെയാണ്, ബട്ട് there are many pass through the lipid bilayer. Okay, ഇതൊരു സിംഗിൾ എന്താ പറയാ പ്രോട്ടീൻ ആണെങ്കിലും അതിന്റെ ഹൈഡ്രോഫോബിക് റീജിയനിൽ കൂടിയുള്ള മൾട്ടി പാസ് ആയിട്ടാണ് ഇത് ലിപ്പിഡ് ബൈലെയറിൽ കൂടി പോകുന്നത്. സോ ദേ ആർ കോൾഡ് മൾട്ടി പാസ്. ഓക്കെ, they pass entirely through the lipid bilayer and thus have domains that protrude from both the extracellular and cytoplasmic sides of the membrane. Some integral proteins have only one membrane spanning segment, whereas others are multi-spanning. Okay, ഇതാണ് സിംഗിൾ സ്പാനും ഇതാണ് മൾട്ടി സ്പാനും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. വെരി ഫേംലി അസോസിയേറ്റഡ് വിത്ത് ലിപ്പിഡ് ബൈലെയർ. ഓഫ് കോഴ്സ് അല്ലെ, ലിപ്പിഡ് ബൈലെയറിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ പ്രോട്ടീൻ പാസ് ചെയ്യുന്നതുകൊണ്ട് ദേ ആർ ഫേംലി അസോസിയേറ്റഡ്. ഓക്കെ, ഹെൽഡ് ടു മെംബ്രെയിൻ ബൈ ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻസ്. അല്ലെ, ലിപ്പിഡ് ബൈലെയറിന്റെ നേച്ചർ തന്നെ ഹൈഡ്രോഫോബിക് ആണ് അല്ലെ. സോ ആ ഒരു ഹൈഡ്രോഫോബിക് കൂടി അത് പാസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആ പ്രോട്ടീനിന്റെ ഭാഗത്തും ഹൈഡ്രോഫോബിക് ആയിരിക്കണം. സോ ആ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടീൻ ലിപ്പിഡ് ബൈലെയറിൽ എന്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്താണ്? ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, റിമൂവബിൾ ബൈ ഏജന്റ്സ് ദാറ്റ് ഇന്റർഫിയർ വിത്ത് ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻസ്. ഇപ്പൊ നമുക്ക് ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ ഒരു ട്രാൻസ് മെംബ്രെയിനെ ഐസൊലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് വി ഹാവ് ടു ബ്രേക്ക് ദിസ് ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ. once we can interrupt this region, we can isolate the integral membrane protein. So for that we can use detergents or organic solvents, then denaturants like urea.
So to isolate integral membrane protein, we have to use strong agents like detergents, organic solvents, and urea. Okay, there are 6 types of integral proteins depending on the orientation of the polypeptide in the membrane bilayer. Okay, ഈ transmembrane പ്രോട്ടീന്റെ ഓറിയന്റേഷൻ ബേസ് ചെയ്തിട്ട് we have 6 types of integral protein. നമുക്കത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ടൈപ്പ് 1. ടൈപ്പ് 1 ഇതാണ് അതിന്റെ ചിത്രം. ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ എക്സോപ്ലാസ്മിക് റീജിയനും ഇത് നമ്മുടെ സൈറ്റോസോളിക് റീജിയനുമാണ്. ഓക്കെ, ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ പാസ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. അതിന്റെ അമിനോ ടെർമിനൽ ആണ് എക്സോപ്ലാസ്മിക് റീജിയനിലേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. അതിന്റെ കാർബോക്സിൽ ടെർമിനൽ സൈറ്റോപ്ലാസ്മത്തിലാണ്. Okay, type 1 have only one transmembrane helix. Amino terminal is outside and carboxyl terminal is inside the cell. ഇതാണ് type 1 membrane protein ന്റെ orientation എന്ന് പറയുന്നത്. Okay, amino terminal outside and carboxyl terminal inside. ഇതാണ് type 1. Then type 2. Type 2 ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ type 2 have only one transmembrane helix. Only one transmembrane helix, but difference is carboxyl terminal is outside. Kando, carboxyl terminal is outside and amino terminal is inside. ഇതാണ് type 1 ഉം 2 ഉം തമ്മിലുള്ള വ്യത്യാസം. ഓറിയന്റേഷന്റെ ഡിഫറൻസ്, അതായത് ഈ കാർബോക്സിൽ ടെർമിനൽ അമിനോ ടെർമിനലിന്റെ ഓറിയന്റേഷന്റെ ഡിഫറൻസിലാണ് നമുക്ക് ടൈപ്പ് 1 ഉം ടൈപ്പ് 2 ഉം ഉള്ളത്. ദെൻ ടൈപ്പ് 3 എന്ന് പറയുന്നത്. ടൈപ്പ് 3 എന്ന് പറയുമ്പം എന്താണ്, അതിന്റെ അമിനോ ആൻഡ് കാർബോക്സിൽ ടെർമിനൽ ഓറിയന്റേഷൻ സ്പെസിഫിക് അല്ല, അത് എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ മൾട്ടി സ്പാനിങ് ആണ് അല്ലെ, മൾട്ടി സ്പാൻസ് ഉണ്ട് ടൈപ്പ് 3 പ്രോട്ടീൻ എന്ന് പറയുന്നത്. ടൈപ്പ് 3 protein have multiple transmembrane helices in a single polypeptide. ഇതൊരു ഒറ്റ പ്രോട്ടീൻ ആണ്. ഈ ഒരു ഒറ്റ പ്രോട്ടീനിന്റെ ഹൈഡ്രോഫോബിക് റീജിയൻസ് എല്ലാം ഈ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ട്രാൻസ്മെംബ്രെയിൻ ഹെലീസ് എന്ന് പറയുന്നത്. ഇതാണ് തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് 4 എന്താ നോക്കാം. ടൈപ്പ് 4ന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഈ ട്രാൻസ്മെംബ്രെയിൻ, അതായത് ഡിഫറെന്റ് ആയിട്ട് ഇത് ഒരു പ്രോട്ടീൻ അങ്ങനെ സെവറൽ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണ് ടൈപ്പ് 4ലുള്ളത്. Okay, several different polypeptide assembled to form a channel through a plasma membrane. Okay, several different type of plasma membrane proteins assembled to form a channel. ഇതിനെയാണ് നമ്മൾ ടൈപ്പ് 4 എന്ന് പറയുന്നത്. Okay, ഇനി നമുക്ക് ടൈപ്പ് 5 എന്താ നോക്കാം. ടൈപ്പ് 5 proteins are held to the bilayer primarily by covalently linked lipids. Okay, proteins type 5 proteins actually it is not passing through the lipid bilayer, but it is anchored with the lipid. Okay, lipid aitana connection vandirikkunnathu, so they are fifth type. Okay, then last type, sixth type protein pratyekadha endha vechunale they have both transdomain component and lipid anchor രണ്ടും ഉണ്ട്. Okay, ഇതിനെയാണ് നമ്മൾ സിക്സ്ത് ടൈപ്പ് ഇന്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹാവ് ബോത്ത് ട്രാൻസ്ഡൊമൈൻ കോമ്പണന്റ് ആൻഡ് ലിപ്പിഡ് ആങ്കർ. ഓക്കെ, സോ ഹൈഡ്രോഫോബിക്, ഈ ഒരു പ്രോട്ടീന്റെ ഹൈഡ്രോഫോബിക് റീജിയൻ വിൽ പാസിംഗ് ത്രൂ ദിസ് ലിപ്പിഡ് ബൈലെയർ ആൻഡ് സം ഓഫ് ഇറ്റ്സ് പോർഷൻ ഈസ് ഓൾസോ കണക്റ്റഡ് വിത്ത് ദി ലിപ്പിഡ്. സോ അങ്ങനെയാണ് നമുക്ക് 6 ടൈപ്പ് ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഉള്ളത്. സോ ഇത് നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിക്കണം. ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ടൈപ്പ് 1 ടൈപ്പ് 2 എന്നുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ബിക്കോസ് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ എന്താ പറയാ, ഇത് ഈ ഒരു ഡയഗ്രാം നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിളിലേക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ടൈപ്പ് 1 പ്രോട്ടീന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്ലൈക്കോഫോറിൻ ആണ്. ഓക്കെ, ഗ്ലൈക്കോഫോറിൻ എവിടെയാണുള്ളത്? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ എരിത്രോസൈറ്റ്. ഓക്കെ, എരിത്രോസൈറ്റിലാണ് ഗ്ലൈക്കോഫോറിൻ പ്രസന്റ് ആയിരിക്കുന്നത്. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പോളിപെപ്റ്റൈഡ് പാസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഹൈഡ്രോഫോബിക് ഇതാണ് ഇതിന്റെ ട്രാൻസ്മെംബ്രെയിൻ പാസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അതിന്റെ കാർബോക്സിൽ ടെർമിനൽ ഇൻസൈഡ് ആണ്, അമിനോ ടെർമിനൽ ഔട്ട്സൈഡ് ആണ്. സോ അതല്ലേ നമ്മള് ടൈപ്പ് 1ന്റെ പ്രത്യേകത, സിംഗിൾ പാസ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. അതിന്റെ കാർബോക്സിൽ ടെർമിനൽ ഇൻസൈഡും അമിനോ ടെർമിനൽ ഔട്ട്സൈഡും ആണ്. എക്സാമ്പിൾ ഈസ്
glycophorin in erythrocyte. Okay, ഈ ഒരു ട്രാൻസ്മെംബ്രെയിൻ റീജിയനിൽ കൂടി പോകുന്ന അമിനോ ആസിഡ് is approximately 20 amino acid. Approximately 20 amino acid is passing through this hydrophobic region. Okay, then അടുത്ത വരുന്നത് type example വരുന്നത് type 3. Okay, type 3 are creating pores and channels. Type 3 എന്താണ്? Multiple spanning ആണ് അല്ലെ, multiple spanning through lipid bilayer. So they are creating pores and channels. So it will be like this. Okay, ഒരു സിംഗിൾ പോളി പെപ്റ്റൈഡ് ആയിരിക്കും, ബട്ട് ഇറ്റ് ഇസ് ഇങ്ങനെ എന്താ പറയാ ഫോൾഡ് ചെയ്തിട്ടാണ് അതൊരു പോർ അല്ലെങ്കിൽ ഒരു ചാനൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ this is the type 3. Example എന്താണെന്ന് അറിയോ? Bacteriorhodopsin. Bacteriorhodopsin is a membrane spanning protein. Okay, type 3 ക്ക് example ആണ് Bacteriorhodopsin എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കണ്ടു ലിപ്പിഡ് ആങ്കേർഡ് മെംബ്രെയിൻ പ്രോട്ടീൻസിനെ നമ്മൾ കണ്ടു അല്ലേ? ഓക്കെ, ആ പ്രോട്ടീൻസ് ആർ നോട്ട് പാസിംഗ് ത്രൂ ദി ലിപ്പിഡ് ബൈലെയർ, ബട്ട് ഹൗ ദേ ആർ ലിങ്ക്ഡ് ത്രൂ ദി ലിപ്പിഡ്. ഓക്കെ, അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. Lipid anchored membrane proteins are bound covalently to one or more lipid molecules. ഒരു covalent connection ആണ് ലിപ്പിഡ് molecule ആയിട്ടുള്ളത്. Okay, hydrophobic tail of the attached lipid is embedded in one leaflet of the membrane and anchors the protein to the membrane. അതായത് ലിപ്പിഡ് ബൈലെയർ ആയിട്ടാണല്ലോ ഉള്ളത് അല്ലെ? ലിപ്പിഡ് ബൈലെയർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഓക്കെ, ഈ ഒരു ഹൈഡ്രോഫോബിക് റീജിയൻ എപ്പോഴും ഇങ്ങനെ ഈ ഒരു ഫേസിങ് ഓപ്പോസിറ്റ് സൈഡ് ആണ്. സോ വൺ ഓഫ് ദി ഇപ്പൊ ഈ ഒരു ലിപ്പിഡ് ബൈലെയറിന്റെ ഈ ഒരു സിംഗിൾ ലിപ്പിഡിന്റെ മുകളിലേക്കാണ് നമ്മുടെ പ്രോട്ടീൻ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ലിപ്പിഡ് ആങ്കർഡ് മെംബ്രെയിൻ പ്രോട്ടീൻ. Numerous proteins present on the external face of the plasma membrane are bound to the membrane by a small complex oligosaccharide linked to a molecule of phosphatidylinositol. നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് പഠിക്കാം. GPI നമ്മൾ പഠിച്ചതാണ് അല്ലെ? സിഗ്നലിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് GPI ആങ്കേർഡ്. സോ എന്താണ് GPI ആങ്കേർഡ് എന്നുള്ളത് നോക്കാം. സിമ്പിൾ ആയിട്ട് നമ്മുടെ പ്രോട്ടീൻ ലിപ്പിഡ് ആയിട്ട് കണക്ട് ചെയ്തതിനെയാണ് നമ്മൾ ലിപ്പിഡ് ആങ്കേർഡ് എന്ന് പറയുന്നത്. അതിൽ തന്നെയുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതേതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു ലിപ്പിഡ് ആങ്കേർഡ് ആണെന്ന് പറഞ്ഞു. സോ ഈ ഒരു ലിപ്പിഡ് അല്ലെങ്കിൽ ലിപ്പിഡിന്റെ അകത്തുള്ള ഫാറ്റി ആസിഡ് ചെയിനിന്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ആർ പോസിബിൾ. സോ അതേതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ടൈപ്പ് 1 എന്ന് പറയുന്നത് ലിപ്പിഡ് ആങ്കേർഡിലെ ടൈപ്പ് 1 എന്ന് പറയുന്നത് പാൽമിറ്റോയിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ബൈ തയോഎസ്റ്റർ ലിങ്കേജ് ടു എ സിസ്റ്റീൻ റെസിഡ്യൂ. നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ ലിപ്പിഡ് ബൈലെയർ. ഓക്കെ, ഇത് നമ്മുടെ ലിപ്പിഡ് ബൈലെയർ ആണ്. ഓക്കെ, ഈ ലിപ്പിഡ് ബൈലെയറിലുള്ള ഈ ഒരു ലിപ്പിഡിന്റെ ഫാറ്റി ആസിഡ് ചെയിൻ എന്ന് പറയുന്നത് പാൽമിറ്റോയിൽ ഗ്രൂപ്പ് ആണ്. ഇത് പാൽമിറ്റോയിൽ ഗ്രൂപ്പ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ പ്രോട്ടീൻ പാർട്ടാണ്. ഇതാണ് നമ്മുടെ പ്രോട്ടീൻ പാർട്ട് എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻ പാർട്ടിലുള്ള സിസ്റ്റീൻ റെസിഡ്യൂണില് എന്താണുള്ളത്? സൾഫർ ഉണ്ട്. സിസ്റ്റീനിലാണ് സൾഫർ ഉള്ളത്. അതിന്റെ സിസ്റ്റീന്റെ സൈഡ് ചെയിനിൽ നമുക്ക് സൾഫർ ഉണ്ട്. സോ ആ ഒരു സൾഫറും ഈ പാൽമിറ്റോയിൽ ഗ്രൂപ്പും തമ്മിൽ ഒരു തയോ എസ്റ്റർ ലിങ്കേജ് കൂടിയാണ് അവർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് ആർ classified based on the linkage. Okay, ലിങ്കേജ് ഡിഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ ഉണ്ട്. സോ ടൈപ്പ് 1ന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽമിറ്റോയിൽ ഗ്രൂപ്പ്, അതായത് ഫാറ്റി ആസിഡിന്റെ ലിപ്പിഡിന്റെ ഫാറ്റി ആസിഡ് ചെയിൻ പാൽമിറ്റോയിൽ ഗ്രൂപ്പ് ആണെങ്കിൽ ആ പാൽമിറ്റോയിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി തയോഎസ്റ്റർ ലിങ്കേജ്. എന്താണ് തയോഎസ്റ്റർ ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ഓക്സിജൻ സൾഫർ ഈസ് ദെയർ. ഓക്കെ, ഈ സൾഫർ ഈസ് കമ്മിങ് ഫ്രം ദി സിസ്റ്റീൻ അമിനോ ആസിഡ് സിസ്റ്റീൻ. ഓക്കെ, ഈ ഒരു പ്രോട്ടീന്റെ സിസ്റ്റീൻ റെസിഡ്യൂനുള്ള സൾഫറും പാൽമിറ്റോയിൽ ഗ്രൂപ്പും തമ്മിലുള്ള അറ്റാച്ച്മെന്റിനെയാണ് തയോഎസ്റ്റർ ലിങ്കേജ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ടൈപ്പ് 1 എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് 2 എന്ന് പറയുന്നത് എൻ മിരിസ്റ്റോൾ ഗ്രൂപ്പ് ആണ്. എൻ മിരിസ്റ്റോൾ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ആൻ അമിനോ ടെർമിനൽ ഗ്ലൈസീൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ലിപ്പിഡ് ബൈലെയർ. ഓക്കെ, ഈ ഒരു എന്താ പറയാ ലിപ്പിഡ് മോളിക്യൂളിന്റെ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് മിരിസ്റ്റോൾ ഗ്രൂപ്പ് ആണ്.
മെരിസ്റ്റോൾ ഗ്രൂപ്പ്. ഓക്കെ, ഇത് നമ്മുടെ പ്രോട്ടീൻ പാർട്ട്. പ്രോട്ടീൻ പാർട്ടിന്റെ ഗ്ലൈസീൻ ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ ഗ്ലൈസീന്റെ അമിനോ ഗ്രൂപ്പും മെരിസ്റ്റോൾ ഗ്രൂപ്പും തമ്മിലാണ് ഇവിടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അമൈഡ് ലിങ്കേജ് ആണ്. സി നോക്കൂ, ഇതിനെയാണ് നമ്മൾ അമൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. അമൈഡ് ലിങ്കേജ് ബിറ്റ്വീൻ ടെർമിനൽ അമിനോ ഗ്രൂപ്പ് ആൻഡ് മിരിസ്റ്റിക് ആസിഡ് ഈസ് കോൾഡ് type 3 protein, type 2 protein. Okay, type 1 palmitoyl group thioester linkage, type 2 myristoyl group amide linkage. Okay, ഈ ഒരു ഡയഗ്രം ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആയി. ലിപ്പിഡ് ബൈലെയർ, ഇതാണ് ഒരു ലിപ്പിഡ് മോളിക്യൂള്. അതെന്താണ്? മിരിസ്റ്റോയിൽ ഗ്രൂപ്പാണ്. മിരിസ്റ്റോയിൽ ഗ്രൂപ്പും പിന്നെ ഈ പ്രോട്ടീനിന്റെ എൻ ടെർമിനസിലെ അമിനോ ഗ്രൂപ്പും തമ്മിലൊരു അമൈഡ് ലിങ്കേജ് ആണ് അവിടെ ക്രിയേറ്റഡ് ആവുന്നത്. ദെൻ കംസ് ടൈപ്പ് 3. ടൈപ്പ് 3 എന്ന് പറയുന്നത് ഫാർനസൈൽ ആൻഡ് ജെറനൈൽ ഗ്രൂപ്പ് ആണ്. ഓക്കെ, ഫാർനസൈൽ ആൻഡ് ജെറനൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു കാർബോക്സിൽ ടെർമിനൽ ഓഫ് സിസ്റ്റീൻ റെസിഡ്യൂ. ഓക്കെ, സിസ്റ്റീൻ റെസിഡ്യൂന്റെ കാർബോക്സിൽ ടെർമിനൽ ആയിട്ടാണ് ഇവിടെ ഒരു തയോഎസ്റ്റർ ലിങ്കേജ് ഉണ്ടാവുന്നത്. ഓക്കെ, തയോഎസ്റ്റർ ലിങ്കേജ് ബിറ്റ്വീൻ സിസ്റ്റീൻ ആൻഡ് farnesyl and geranyl group. This is called type 3. Okay, type 3 group. Okay, farnesyl or geranyl group ആണുള്ളത്. അതിന്റെ കാർബോക്സിൽ ടെർമിനലിലുള്ള പ്രോട്ടീന്റെ കാർബോക്സിൽ സിസ്റ്റീന്റെ കാർബോക്സിൽ ടെർമിനലും ഫാർനസൈൽ ആൻഡ് ജെറനൈൽ ഗ്രൂപ്പും തമ്മിലാണ് ഇവിടെ ലിങ്കേജ് ഉണ്ടാവുന്നത്. ഇതിനെയാണ് നമ്മൾ ടൈപ്പ് 3 എന്ന് പറയുന്നത്. Then type 4. Type 4 നമ്മൾ GPI. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലിപ്പിഡ് ആങ്കേർഡിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിഗ്നലിംഗിലെല്ലാം വരുന്നത് GPI ലിങ്ക്ഡ് ആണ്. ഓക്കെ, എന്താണ് GPI? ഗ്ലൂക്കോസിൽ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ ആണ് നമ്മൾ GPI ലിങ്ക്ഡ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ആക്ച്വൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രോട്ടീൻ. ഓക്കെ, ഈ ഒരു പ്രോട്ടീനിലേക്ക് എന്താണ് ഫോസ്ഫാറ്റിഡൈൽ, അതായത് ഈ പ്രോട്ടീന്റെ കാർബോക്സിൽ ടെർമിനലും പിന്നെ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോളും, ഈ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോളും ഈ ഒരു പ്രോട്ടീന്റെ കാർബോക്സിൽ ടെർമിനലും കൂടിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ ഈസ് ലിങ്ക്ഡ് ടു ഫോസ്ഫാറ്റിഡോൾ എത്തനോൾ അമൈൻ. ഇതാണ് ഫോസ്ഫാറ്റിഡൈൽ എത്തനോൾ അമൈൻ. നമ്മൾ പഠിച്ചതാണ് അല്ലെ, ലിപ്പിഡ് നമ്മൾ ഫോസ്ഫോലിപ്പിഡിൽ നമ്മൾ പഠിച്ചതാണ് ഫോസ്ഫാറ്റിഡൈൽ എത്തനോൾ അമൈൻ. സോ ഈ ഫോസ്ഫാറ്റിഡൈൽ എത്തനോൾ അമൈനിലേക്കാണ് ഈ ഒരു പ്രോട്ടീൻ കണക്ട് ചെയ്തിരിക്കുന്നത് ത്രൂ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ. സോ ഇറ്റ് ഈസ് കോൾഡ് ഗ്ലൂക്കോസിൽ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ അല്ലെങ്കിൽ GPI ലിങ്ക്ഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ ഈസ് നോട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദി lipid bilayer, but it is connected through inositol and through phosphatidyl ethanolamine. So ഇതിനാണ് നമ്മൾ GPI linked എന്ന് പറയുന്നത്. Then ഇനി വരുന്നത് നമുക്ക് പെരിഫറൽ പ്രോട്ടീൻ ആണ്. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ പ്രോട്ടീൻ കണ്ടു. ഇന്റഗ്രൽ പ്രോട്ടീൻ ടൈപ്പ് 1, 2, 3, 4, 5, 6 ഉണ്ട് അല്ലെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിപ്പിഡ് ആങ്കേർഡ് ആണ്. ലിപ്പിഡ് ആങ്കേർഡിൽ തന്നെ എന്താണ് നമ്മുടെ ആ ഒരു ലിങ്കേജിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് 4 ടൈപ്പ് ഉണ്ട്. ഇനി നമുക്ക് വരുന്നത് പെരിഫറൽ പ്രോട്ടീൻ ആണ്. എന്താണ് പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് നോക്കാം. ഓക്കെ, പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് പേര് പറയുന്ന പോലെ തന്നെ യു ക്യാൻ ഫൗണ്ട് ഇറ്റ് ഇൻ ദി പെരിഫറി ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ. ഏത് സൈഡിലും, ഇന്നർ അല്ലെങ്കിൽ ഔട്ടർ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൗ ദേ ആർ ലിങ്ക്ഡ് എന്നുള്ളത് നോക്കാം. ഓക്കെ, located entirely outside of the lipid bilayer on either the cytoplasmic or extracellular side, yet are associated with the surface of the plasma membrane by non-covalent bond. Okay, അവിടെ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, അവിടെ ഒരു നോൺ കോവാലന്റ് ബോണ്ട് ആണ് ഈ ഒരു പ്രോട്ടീനും പ്ലാസ്മ മെംബ്രെയിനും തമ്മിൽ ഉള്ളത്. ഓക്കെ, peripheral proteins can usually be solubilized by extraction with high concentration salt solution. High concentration salt solution ന്റെ പ്രത്യേകത എന്താണ്? They will interrupt the electrostatic interaction അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത് നോൺ കോവാലന്റ് ഇന്ററാക്ഷൻ ആണെന്ന് പറഞ്ഞു. സോ ഹൈ salt solution can interrupt this interaction. Okay, so we can easily isolate peripheral protein.
Other peripheral proteins on the internal plasma membrane surface function as enzymes, specialized codes or factors that transmit transmembrane signals. Okay, ഇതിന്റെ ഫംഗ്ഷനും കൂടിയാണ് നമ്മൾ ഇത് പറയുന്നത്. ഓക്കെ, പെരിഫറൽ പ്രോട്ടീൻസ് ബേസിക്കലി എൻസൈംസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കോട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ സിഗ്നലിന്റെ ട്രാൻസ്മെംബ്രെയിൻ സിഗ്നലിന്റെ അതർ ഫാക്ടേഴ്സ് ആയിരിക്കാം. സോ ദേ ആർ കോൾഡ് പെരിഫറൽ പ്രോട്ടീൻസ്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് നമുക്ക് നമ്മൾ പറഞ്ഞു അല്ലെ, ഈ ഒരു അപ്പോൺ മൈൽഡ് ട്രീറ്റ്മെന്റ് വി ക്യാൻ ഐസൊലേറ്റ് പെരിഫറൽ പ്രോട്ടീൻസ് അല്ലെ. ബിക്കോസ് എന്താണ്, അവിടെ ഒരു വീക്ക് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് അല്ലെങ്കിൽ വാണ്ടർ വാൾ ഫോഴ്സ് ആയിരിക്കും ആക്ച്വലി ഈ ഒരു പ്രോട്ടീനും പ്ലാസ്മ മെംബ്രെയിനും തമ്മിൽ ഉള്ളത്. സോ ആൻഡ് ഓൾസോ വിൽ ഇറ്റ് എഫക്ട് ദി ലിപ്പിഡ് ബൈലെയർ? ഇല്ല അല്ലെ. നമ്മുടെ ഈ മൈൽഡ് ട്രീറ്റ്മെന്റ് വിൽ നോട്ട് എഫക്ട് ദി ലിപ്പിഡ് ബൈലെയർ. ബിക്കോസ് വൈ? എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് lipid interaction is hydrophobic. Okay, so upon mild treatment it won't affect, so it won't affect the lipid bilayer. It will only affect the interaction between the peripheral protein and the plasma membrane. So we can isolate the peripheral protein with the mild treatment. Okay, then ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. അതായത് ഇനി നമുക്ക് മെംബ്രെയിൻ പ്രോട്ടീൻ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് മെംബ്രെയിൻ കാർബോഹൈഡ്രേറ്റ്സും പിന്നെ ലിപ്പിഡ് റാഫ്റ്റും ഒക്കെയാണ് വരുന്നത്. സോ നമ്മൾ എന്താണ് പറയുക, പ്രോട്ടീൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പഠിച്ചു, ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു. ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് വരുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ ചാനൽ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നോട്ട്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ PDF ഒക്കെ നമ്മളെ അടുത്ത് അവൈലബിൾ ആണ്. ഇഫ് എനിബഡി നീഡ്സ് യു ക്യാൻ കോൺടാക്ട് us through WhatsApp or through Facebook or through email. Thank you so much for watching our channel. Kindly subscribe our channel, like our videos and share our videos to your friends. Okay, thank you so much. Thank you. See you in the next class.